ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തെടുക്കുക, എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മറുപടി പറയണം. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. ഞാൻ പറ്റുന്ന എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ, അപ്പം ഞാൻ ട്രിവാൻഡ്രത്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അതിഗംഭീരമായിട്ടുള്ള മഴയാണ്. എനിക്കൊന്നും ബാക്കി സ്ഥലങ്ങളിലൊക്കെ മഴ തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ മഴ തുടങ്ങിയെന്ന്. കാരണം ഞാൻ എപ്പോഴും മഴയുടെ സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് എന്നോട് വന്ന് എനിക്ക് സ്റ്റോറി റിപ്ലൈ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഴ ഇങ്ങോട്ട് തരുമെന്ന് കുറേ സ്ഥലത്തുള്ളവർ ചോദിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും മതി, എല്ലാ സ്ഥലത്തും മഴയായെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ റെഡ് അലേർട്ടാണ്. സോ ഞാൻ ഇന്ന് ഈ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ആക്ച്വലി ബർത്ത്ഡേയുടെ ഷൂട്ടാണ്. നാളെയാണ് എൻ്റെ ബർത്ത്ഡേ, 23rd, ഇന്ന് 22nd ആണ്. അപ്പോൾ പക്ഷെ ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഞാൻ ഇതുപോലെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞ് ഇന്നലെ ഇവിടുന്ന് ഇറങ്ങിയായിരുന്നു. ഇന്നലെയും ബർത്ത്ഡേ ഷൂട്ട് പ്ലാൻ ചെയ്തു. നമ്മൾ ഈ ഡ്രസ്സ് ചെയ്തേക്കുന്നത് ആല ഡിസൈനേഴ്സ് ആണ് കേട്ടോ. ഞാൻ ഡ്രസ്സ് ഫുള്ള് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇന്നലെ അവിടെ പോയി ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. ആൻഡ് അതിന് ശേഷം ദീപ്തി ചേച്ചിയുടെ അടുത്ത് പോയി. ദീപ്തി ചേച്ചിയാണ് മേക്കപ്പ് ചെയ്ത് തന്നത്. മേക്കപ്പ് ഒക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് നമ്മൾ ഇറങ്ങി. അതിനുശേഷം നമ്മൾ വർക്കല വരെ പോയി. വർക്കല എനിക്ക് ആക്ച്വലി ഇവിടുന്ന് ഒരു 1.5 hour അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട്. 1.5 hour കൂടുതലുണ്ട്. ജിച്ചേട്ടനൊക്കെ കൂടെ നമ്മൾ വർക്കല വരെ പോയി. വർക്കല എത്തിയപ്പോൾ നല്ല അതിഗംഭീരമായിട്ടുള്ള മഴ. അപ്പൊ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു മഴ നിൽക്കുന്നു. കാരണം മെനിങ്ങാന്ന് ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മഴ നിന്നു. അപ്പൊ ഐ ഹാഡ് എ ഹോപ്പ് ഇത് നിൽക്കും. പക്ഷെ എൻ്റെ നല്ല സമയം കാരണം ഒരു തുള്ളി പോലും മഴ തോർന്നില്ല. മഴ ഇങ്ങനെ ഇരട്ടി കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ എന്നിട്ട് രാത്രി വരെ വെയിറ്റ് ചെയ്തു എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി. ബട്ട് രാത്രി ആയപ്പോഴത്തേക്കും ആ ഒരു കളർ ഡിഫറൻസ് ഒക്കെ വന്നപ്പോൾ ഒരു ഭംഗി പോയി അതിൻ്റെ. ബട്ട് സ്റ്റിൽ ഡെക്കറേഷനൊക്കെ ആ ചേട്ടന്മാർ വളരെ കഷ്ടപ്പെട്ട് വന്ന് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു എല്ലാം. എന്നാലും ജസ്റ്റ് അവർക്ക് വേണ്ടി നമ്മൾ ലാസ്റ്റ് ഒരു 9 മണി വരെയൊക്കെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. 9:30 ആയപ്പോഴത്തേനും നമ്മൾ കുറച്ച് ലൈറ്റ് സെറ്റ് ചെയ്ത് ചെറുതായിട്ട് 2 ഫോട്ടോ എടുത്തു. പക്ഷെ അതൊന്നും ജസ്റ്റ് അത്ര ഫോട്ടോസേ ഉള്ളൂ. വീഡിയോ എടുക്കാനോ അല്ലാണ്ട് ക്ലോസ് ഷോട്ട്സ് എടുക്കാനോ ഒന്നും പറ്റില്ല. എൻ്റെ ഹെയർ ഫുള്ള് പോയി, മേക്കപ്പ് ഒക്കെ പോയി. അത്രയും ടൈം അല്ലേ, ഞാൻ അറൗണ്ട് 3 മണി ആയപ്പോഴത്തേനും റെഡി ആയി കഴിഞ്ഞതാണ്. അപ്പം അത്രയും സമയമായപ്പോഴത്തേക്കും എല്ലാം പോയി. എല്ലാം കൊണ്ടും ഞാൻ ഇന്നലത്തെ ദിവസം വെറുത്ത് പോയി. അപ്പോൾ എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ടാന്ന് തോന്നുന്നു. ചേട്ടൻ പറഞ്ഞു നമുക്ക് നാളെ എടുക്കാം, നാളെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഞാൻ വീണ്ടും അതേ ബർത്ത്ഡേ കോസ്റ്റ്യൂം ഇട്ട് വീണ്ടും ദീപ്തി ചേച്ചിയുടെ അടുത്ത് പോവാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഒന്നുകൂടെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഗോസ് വെൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്നലത്തെ കുറച്ച് സീൻസ് കണ്ടു നോക്കിയിട്ട് വരൂ. നിങ്ങൾക്ക് കാണാം എൻ്റെ ദയനീയമായ അവസ്ഥ. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ഷോർട്സ് കാണാം. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ്. ആക്ച്വലി നമ്മൾ ഈ ഷൂട്ട് വൈകുന്നേരത്തായിരുന്നു പ്ലാൻ ചെയ്തിട്ടോ. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മഴയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് മഴ തോർന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തു അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ പോയി എല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാം. കാരണം ഇൻ കേസ് വൈകുന്നേരം മഴ ആയാലും ഇപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഒരു അത്യാവശ്യം ചെറിയൊരു വെയിലും ഈ ഒരു ക്ലൈമറ്റ് നിൽക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുക എങ്ങനെയാണ് നിൽക്കലായിരുന്നു. ഓക്കെ, സോ ഞാൻ റെഡി ആയി കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് പറയൂട്ടോ നിങ്ങൾ. അങ്ങനെ നമ്മളിതാ വർക്കല എത്തി. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ബട്ട് ബെറ്ററാണ്. അപ്പോൾ നമ്മൾ വേഗം ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വീണ്ടും മഴ പെയ്തു തുടങ്ങി. വീഡിയോയിൽ അറിയാൻ പറ്റാത്തതാണ്, ആക്ച്വലി മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ നിൽക്കും എന്ന് തോന്നുവാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇവിടെ നിന്ന്.
What a wonderful shoot. ഒരു ഫോട്ടോ പോലും എടുക്കാതെ നമ്മൾ മഴയത്ത് ഒരു 9:15 ആയപ്പോൾ മഴ തോർന്ന സമയത്ത് നമ്മളിതാ ഷൂട്ടൊന്നും എടുക്കാൻ പോയി. കാരണം ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് അവർ വെച്ചേക്കുമല്ലേ. സോ നമുക്ക് എന്തെങ്കിലും ഒരു 3-4 ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം പാർലറിൽ നിന്ന് നേരെ വന്നുകൊണ്ട് എൻ്റെ ടച്ച് ചെയ്യാൻ പോലും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹെയറും ലിപ്സ്റ്റിക്കും മേക്കപ്പും ഫുള്ളി ടയേർഡ് ലുക്കായി. അതിൻ്റെ മ്ലാനതയാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പം ഞാൻ എന്താ ദീപ്തി ചേച്ചിയുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതേ ലുക്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒരുങ്ങി. സോ ഞാൻ എന്താ മേക്കപ്പ് കഴിഞ്ഞിട്ട് കാറിൽ കയറി ഹെയറൊക്കെ കുറച്ചധികം സ്പ്രേ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ലേറ്റ് ആയല്ലോ. ആൻഡ് ഇന്നത്തത് എൻ്റെ വളരെ നല്ല ബർത്ത്ഡേ ആണ്. ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടൊക്കെ അറിയാത്ത, അല്ലെങ്കിൽ ലിറ്ററലി കരഞ്ഞേനെ. ഇത്രയും വൃത്തിയായിട്ട ബർത്ത്ഡേ. ബിക്കോസ് ഇന്ന് ഡെക്കറേഷൻ ഇന്നലെ ചെയ്ത് അവർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇന്നലത്തെ അത്ര അല്ലെങ്കിലും ചെറുതായിട്ട് ബലൂണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും ബലൂൺ മേടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കൊല്ലത്ത് ഭയങ്കര മഴ. അവർ കൊല്ലത്തുള്ളവരാ. ഭയങ്കര മഴയായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ തപ്പിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ എന്നോട് ചേട്ടൻ പറഞ്ഞു നേരെ വീട്ടിലേക്ക് പൊയ്ക്കോ, വീട്ടിലേക്ക് പോയിട്ട് ചേട്ടൻ വിളിക്കുമ്പോൾ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ബിക്കോസ് അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ വീണ്ടും ഫുൾ വേർത്ത് പോവും. അപ്പോൾ ഐ എം സ്പീക്ക്ലെസ്. നല്ല ബർത്ത്ഡേ. ഇപ്പോൾ ആക്ച്വലി ഇവിടെ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാർമേഘങ്ങൾ വരുന്നുണ്ട്. ബാക്കിൽ ഞങ്ങൾ ഇന്നലെ എടുത്ത കുറച്ച് ബലൂണാണ്. ഇന്നലെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബലൂൺ കുറച്ച് എടുത്തതാണ്. മൊത്തം നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, കാറിൽ മൊത്തം വെക്കാൻ പറ്റില്ല. അപ്പൊ പറ്റണ കുറച്ച് ഞങ്ങൾ ഇന്നലെ എടുത്തു. ഇന്ന് സെറ്റ് ചെയ്യുമ്പം ലൈക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ. കേക്ക് അതേപോലെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം റെഡിയായി. ഇതൊന്നും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പോട്ടെ, ഓരോന്നോരോ അനുഭവമല്ലേ. ഇത് സീക്രട്ട് ഏജന്റ്. Guys, this is മോട്ടിച്ചൂർ ലഡ്ഡു. ഇങ്ങനെ എടുത്ത് മോട്ടിച്ചൂർ എന്നാ എനിക്ക് തോന്നുന്നു വലിയ അരി ആയോണ്ടായിരിക്കും അല്ലേ. നോക്ക് അല്ലേ, മോട്ടി മീൻസ് ഫാറ്റ് അല്ലേ. ഫാറ്റ് എന്നല്ലേ, ബിഗ് എന്നാണ്. ഇന്നത്തെ ഒരാൾ കമന്റ് ചോദിച്ചു ഞാൻ ന്യൂ ഇയറിന് അങ്ങനെ ഷുഗർ കട്ടെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എല്ലാ ബ്ലോഗിലും ഷുഗർ ഷുഗർ കട്ട് എന്റെ ആഗ്രഹം. പക്ഷെ ഇതാണ് നടക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാതെ ഇങ്ങനെ ഡയറ്റ് ചെയ്യണം. കഴിക്കാൻ പറ്റുമ്പോൾ കഴിക്കുക. കുറെ നാളെ എനിക്ക് ഷുഗർ വന്നാലോ, എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും ഞാൻ പോസ്റ്റായിരിക്കുകയാണ്. ഞാൻ മറ്റേ സീരിയലൊക്കെ ഉള്ളതുപോലെ ഇന്നലെ ഇന്നുമായിട്ട് ഡെയിലി രാവിലെ എണീച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് രാത്രി വരെ ഇങ്ങനെ ഇരിക്കുവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് ഇത്രയും ഒരു ബർത്ത്ഡേ ഷൂട്ട്? ബട്ട് ഞാൻ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചിരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും ഉള്ളിൽ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. കാരണം പുറത്ത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആക്ച്വലി ഇപ്പോൾ വീട്ടിലോട്ട് വന്നു. കാരണം അവിടെ സെറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ ഡെക്കറേഷൻ അവർ വരാത്തതുകൊണ്ട് സെറ്റ് ചെയ്യാൻ ചിച്ചാട്ടൻ പാവം ഒരുപാട് ഓടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ. അപ്പോൾ അത്രയും നേരം ഞാൻ അവിടെ വന്നിരുന്നാല് ലൈക്ക് അവിടെ ചൂടടിച്ചിട്ട് മേക്കപ്പും ഹെയറും ഒക്കെ പോണ്ടാന്ന് വെച്ചിട്ട് വീട്ടിൽ വന്നു. പക്ഷെ വീട്ടിലിരുന്നെങ്കിൽ പോലും എൻ്റെ ഹെയർ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട്, ബോട്ടോക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഹെയറിൽ അധികം കേൾസ് ഒന്നും ഇരിക്കത്തില്ല. അപ്പം കേൾസ് ഒക്കെ പോയി ഇവിടത്തേക്ക്. അപ്പം ഞാൻ ചുമ്മാ ഇവിടെ ഒന്ന് ബ്രെയ്ഡ് ചെയ്ത് വെച്ചു. എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തു. ഇനി പോവാറാവുമ്പോഴത്തേക്കും മേക്കപ്പ് ഒക്കെ ഓയിലി ആവാൻ തുടങ്ങി.
അപ്പോൾ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് വീട്ടിലാവുമ്പോൾ എനിക്ക് എന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ പോവാമല്ലോ. അപ്പോൾ യെസ്, ഞാൻ സ്റ്റിൽ വീട്ടിലാണ്. ബിഗ് ബോസിന്റെ കണക്ക് മറ്റേ ഇപ്പോൾ സമയം ഇപ്പോൾ സമയം 3:15. ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കണേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി നല്ല തലവേദനയുണ്ട്, കാരണം ലെൻസ് ഞാൻ വെച്ചിട്ടുണ്ട്, ലെൻസ് ഉണ്ട്, ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഡെഡ്ലി കോംബോയാണ്. എനിക്ക് തലവേദന വരുമ്പോൾ ഐ ഹോപ്പ് ഇന്നെങ്കിലും ഇന്നും കൂടെ പറ്റും. നാളെ എൻ്റെ ബർത്ത്ഡേ. ഇനി ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കിട്ടാനുള്ള സ്ട്രഗിളാണ് ഇനിയെല്ലാം. ബെസ്റ്റ് ഇനി പറയാനില്ല, എല്ലാം കഴിഞ്ഞു. എന്നാലും എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിനി കുറച്ച് 4 മണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു വെച്ചാൽ അവിടെ എത്തിയാലൊരു അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ആകുമ്പോഴത്തേക്കും വന്നാൽ മതി എന്നാ പറഞ്ഞു. അപ്പോൾ ഒരു 1 hour, ½ an hour, 3 മണിക്കൂർ മാക്സിമത്തിനുള്ളിലെല്ലാം തീരും. ഞാൻ എന്നിട്ട് പറഞ്ഞു എന്നെ ഇന്ന് കൊണ്ടുപോയി KFC വാങ്ങിച്ചു തരണേന്ന് പറഞ്ഞു. ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് 2 ദിവസത്തിനെ പറ്റി ആലോചിക്കുമ്പം എനിക്ക് ദേഷ്യവും സങ്കടവും വെറുപ്പും മാത്രമേ ഉള്ളൂ. ബർത്ത്ഡേ ഷൂട്ടൊന്നും ആലോചിക്കുമ്പോൾ എന്തെങ്കിലും അതിൽ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കാര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിരുന്നു ഇന്ന് ഞാൻ KFC എങ്കിലും കഴിക്കാൻ പോകുന്നു. അതെങ്കിലും എനിക്ക് എന്റെ സമയം വെച്ച് ഇന്ന് മിക്കവാറും KFC എല്ലാം അടച്ചു കിട്ടും. ഓക്കെ ബൈ. ഇതാ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ദോ ആ കിടക്കുന്ന ബലൂൺ കണ്ടോ? ഇത് ആക്ച്വലി നമ്മൾ ഇന്നലത്തെ ഷൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ബലൂണാണ്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെറിയൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ജിത്തും ചേട്ടനും കൂടി പാവം കഷ്ടപ്പെടുന്നുണ്ട് എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളിതാ ചേട്ടൻ്റെ സ്റ്റുഡിയോയിലെത്തി. ഇതല്ല കേട്ടോ, ഇത് അതിൻ്റെ ഔട്ട് സൈഡാണ്. അപ്പോൾ അവിടെ നമ്മൾ ബലൂൺ കൊണ്ടുവന്നത് വെച്ച് ചേട്ടൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം മഴ നിന്നിട്ടുണ്ടോ? പക്ഷെ ഇപ്പൊ പെയ്യും. മറ്റേ റെസ്റ്റ് എടുക്കുന്നത് 2 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് അതി. വാട്ട് എ വണ്ടർഫുൾ ബർത്ത്ഡേ. എൻ്റെ 21-ൻ്റെ ഒന്ന് പൊട്ടിപ്പോയി. 5 കടയിൽ കയറിയിട്ടും ഒന്ന് കിട്ടിയില്ല. എൻ്റെ അടുത്ത് പറയണത് ഇത്രയും നല്ല ബർത്ത്ഡേ ഞാൻ ഇതിന് മുന്നേ ആഘോഷിച്ചിട്ടില്ല. മഴയും പേമാരിയും എല്ലാം ഉള്ള ബർത്ത്ഡേ. രാക്ഷസി ഉണ്ടായിരുന്ന ഒന്ന് പൊട്ടിപ്പോയി. വേറെ ഒന്നില്ല. പോട്ടെ 4, 5 ഒക്കെ ആണെങ്കിൽ പോട്ടെ, ഒന്നില്ല കടയിലൊന്നും. പൂജ എനിക്കെന്ത് 20 വയസ്സ്. വയസ്സും മാറ്റാൻ പറ്റൂല, ബർത്ത് ഡേറ്റും മാറ്റാൻ പറ്റൂല. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പൊട്ടിക്കരഞ്ഞേനെ. മേക്കപ്പ് ഒന്ന് ഊരിയോ? സോ ഗൈസ്, ഞാൻ എത്തി, കുളിച്ചു. എന്തോ ഒരു ഭയങ്കര റിലീഫ്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ബോഡിയിൽ നിന്ന് നെഗറ്റീവ് എനർജി പോയതുപോലെ. ഞാൻ ബിക്കോസ് ഇന്നലെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയായി, ഭയങ്കര ലേറ്റ് നൈറ്റായി എത്തിയപ്പോൾ. അപ്പോൾ പിന്നെ എനിക്ക് കുളിച്ചാൽ പ്രശ്നമാണ്. പിന്നെ ഇന്ന് രാവിലെ എണീച്ച് പോവുകയും ചെയ്തു. പിന്നെ അവിടെ ചെന്നിട്ട് വീണ്ടും ക്രിമ്പും ഇതും എല്ലാം ചെയ്യുകയാണ്. എനിക്ക് വന്നിട്ട് കുളിക്കണം. അപ്പോൾ എന്തിനാ 2 നേരം കുളിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കുളിച്ചില്ല. മേലെ കഴുകിയിട്ടാണ് പോയത്. ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സഫക്കേഷനായിരുന്നു. ഇന്നലെയും ക്രിമ്പിങ്ങും ഹെയർ സ്പ്രേയും എല്ലാ കാര്യവും ചെയ്തു. അതേ പ്രോസസ്സ് എല്ലാം ഇന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. സോ ഭയങ്കര ഒരു സഫക്കേഷനായിരുന്നു. അപ്പോൾ ഒന്ന് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫീൽ റിലാക്സ്ഡ്. ഇപ്പോൾ ഒരു ഇച്ചിരി മനസ്സിനൊരു സമാധാനം, എന്തോ ഒരു പീസ് കിട്ടിയതുപോലെ ഇട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് 2 ദിവസം ആലോചിക്കുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യം എനിക്ക് ഈ ദിവസം നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ KFC കഴിക്കാൻ പോകുന്നു. KFC എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ നമ്മൾ KFC കഴിക്കാൻ പോവാണ്. സോ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. ഇത് കുളിച്ചതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ കാറിലിങ്ങനെ ഇരിക്കാതെ വിചാരിച്ചു. ഓക്കെ,
ഫുഡ് കഴിക്കാൻ പോകാം.